ഹായ് ഫ്രണ്ട്സ്, മിയാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വെള്ളരിക്കയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 2 ടൈപ്പിലെ വെള്ളരിക്ക കിട്ടിയിട്ടുണ്ട്. ഇത് കണി വെള്ളരി, നോർമൽ ഇത് കണി വെക്കുന്നത് നമ്മൾ ഈ ടൈപ്പിലുള്ള വെള്ളരിയല്ലേ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. സമ്മറിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക്, നമുക്കൊരു ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വെള്ളരിയും കൊണ്ടാണ് ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വിട്ടിരിക്കട്ടെ, ഇതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വെള്ളരിക്ക നോർമലി ആരും അധികം ഇഷ്ടപ്പെടാത്തൊരു പച്ചക്കറിയാണ്. അധികം ആരും ഓൺലി ഒരു ഓലൻ വെല്ലം വെക്കാൻ മാത്രമാണ് നമ്മൾ സാധാരണയായിട്ട് വെള്ളരിക്കൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് വിറ്റാമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി, B1, B2, പ്രോട്ടീൻ, അയൺ, കാൽഷ്യം, സോഡിയം ഇതെല്ലാം ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് സ്കിന്നിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നല്ലതായി. വെള്ളരിക്ക അരച്ച് മുഖത്ത് പുരട്ടുന്നത് മുഖത്തെ കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ, കണ്ടിന്യൂസ് കുറേ നാൾ ഉപയോഗിച്ചാൽ മുഖത്തെ പാടുകളൊക്കെ പോകാനൊക്കെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഗുണഗണങ്ങൾ അടങ്ങിയതാണ് ഈ വെള്ളരിക്ക. അപ്പം നമുക്ക് ഇന്ന് ഇതും കൊണ്ട് സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് 2-3 മിനിറ്റിലൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. ചൂട് സമയമല്ലേ, നല്ല ചൂട് സമയമല്ലേ, ചൂട് സമയത്തേക്ക് പറ്റിയ ഒരു ജ്യൂസ് ഇപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നമുക്കിന്ന് ഈ വെള്ളരിക്ക ഉപയോഗിച്ച് ജ്യൂസ് തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ആദ്യം വെള്ളരിക്കൊക്കെ തോല് കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ച് കൊണ്ടുവരാം. ഈ വെള്ളരിക്ക കട്ട് ചെയ്യുമ്പോൾ ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കണം കേട്ടോ. ചില വെള്ളരിക്കൊക്കെ ഒരു കയ്പുണ്ടായിരിക്കും. അത് കൺഫേം ചെയ്തതിന് ശേഷമേ എന്തെങ്കിലും തയ്യാറാക്കി എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അത് റെഡിയാക്കിയിട്ട് നമുക്കത് കളയേണ്ടി വരും, വേസ്റ്റായി പോകും. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് അരയ്ക്കാം. ഇത് ഞാൻ പഞ്ചസാര എളുപ്പത്തിന് വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ചു കൊണ്ടുവരാം. വെള്ളരിക്ക പഞ്ചസാര ഇട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. വെള്ളരിക്ക അരച്ചത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, അല്ലെങ്കിൽ ഏലക്കയുടെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലാണ്. നമുക്കിനി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു സമ്മർ ഡ്രിങ്ക് റെഡിയായി. മധുരമൊക്കെ ആവശ്യത്തിന് കൂട്ടിയും കുറച്ചൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളരിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ വെള്ളരി ജ്യൂസ് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെൽത്തി ഡ്രിങ്കാണ്. സമ്മറിന് പറ്റിയൊരു കൂളിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ അധികം പണച്ചിലവൊന്നുമില്ല ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വെള്ളരിക്കയും പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ മതിയല്ലോ, അതും കൂടെ ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. മറ്റൊരു സിമ്പിൾ വീഡിയോയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു ജ്യൂസാണിത്.